ഇന്ന് നേന്ത്രപ്പഴം പുട്ടുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി കാണിച്ചാലും നമുക്ക് എടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഗോതമ്പ് പൊടിയാകുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടല്ലോ. അപ്പോൾ പൊടിയൊക്കെ നല്ല രീതിക്ക് നനച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതേ പൊടി കണ്ടില്ലേ, നല്ല രീതിക്ക് വന്ന് കട്ടയൊന്നും ഇല്ലാതെ. പഴം കുറച്ച് നന്നായി പഴുത്തായിരുന്നേ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വഴട്ടാനും പറ്റും. ഞാൻ വഴറ്റിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾക്കിങ്ങനെ അരിഞ്ഞ് ഫില്ല് ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യാം, ഇല്ലെങ്കിൽ നെയ്യിൽ വഴട്ടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് പിന്നെ ഞാൻ എടുത്ത പഴം നന്നായി പഴുത്തത് കൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല, വേഗം വഴട്ടാനും പറ്റിയിട്ടോ. അതിനിടയ്ക്ക് ആദ്യം പാട്ട് പാടാൻ പറയുമായിരുന്നു. പാട്ടിനിടയ്ക്ക് ലാൻഡ് ഫോൺ വന്നത് നന്നായി, അതുകൊണ്ട് പാട്ട് അടിയെ വെച്ച് നിർത്തിയല്ലോ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പാട്ട് കേട്ടില്ലല്ലോ ഓടി. പഴം ഒന്ന് സെറ്റായി വന്നു. ഈ ഒരു സമയത്ത് കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഇറക്കുക, അത്രയേ ഉള്ളൂ. പഞ്ചസാര വേണമെച്ചാൽ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ പൊടിയിൽ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഒന്ന് വാടി തുടങ്ങി, ഇതേ കളർ ഒന്ന് ചേഞ്ച് ആയി മതി, ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്റ്റവ് ഓഫ്. ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ പുട്ട് പൊടിയിൽ പഞ്ചസാര ഇടാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ വഴറ്റിയ പഴത്തിലിടാന്ന് വെച്ചാലും ചെയ്യാം. പഴം ഇല്ലാതെ ഇങ്ങനെ സാധാ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പഞ്ചസാര ഇടാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പുട്ടായി കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം. സ്വീറ്റ് പുട്ടായതുകൊണ്ട് ഗോതമ്പും കൂടെയാണല്ലോ, അതുകൊണ്ട് നമ്മൾക്ക് വേറെ കറികളൊന്നും നന്നായിട്ടുണ്ടാവും തോന്നുന്നില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. കഴിച്ചു നോക്കണം അവരേട്ടാ, കഴിച്ചു നോക്കണ്ടോ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 3 പീസ് ഞാൻ അങ്ങ് അകത്താക്കുന്നില്ല കേട്ടോ. ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റിയപ്പോഴങ്ങനെ വെച്ചെന്നേ ഉള്ളൂ, കുറച്ച് ഞാൻ കഴിക്കുള്ളേ.